അസ്സലാമു അലൈക്കും. നമ്മള് ഇതുവരെ പഠിച്ച കാര്യങ്ങള് ഒന്നുകൂടി വെറുതെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. എന്താണ് ഫസ്റ്റില് നമ്മൾ പഠിച്ചത്? പോളിഗൺ, ബഹുഭുജം. ബഹുഭുജം എന്ന് പറഞ്ഞാൽ മൂന്നിൽ കൂടുതലോ വശങ്ങളുള്ള ഒരു സംവൃത രൂപം, ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് എന്ത്? പോളിഗൺ അഥവാ ബഹുഭുജം അല്ലെ? അതിന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? അതിന്റെ ഉള്ളിലെ കോണുകൾ, അകക്കോണുകളുടെ തുക. അത് ദാറ്റ് മീൻസ് ഇന്നർ ആംഗിൾസിന്റെ സമ്മ്. അത് കാണാനൊരു മെത്തേഡ് ഉണ്ട്. n-2 × 180. n എന്ന് പറയുന്ന വശങ്ങളുടെ എണ്ണം, അതിന് 2 മൈനസ് ചെയ്യുക, എന്നിട്ട് 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വശങ്ങളാണോ, എത്ര കോണുകളാണോ അതിൻ്റെയൊക്കെ ഉള്ളിലെ കോണുകളുടെ തുക, മൊത്തം തുക, ടോട്ടൽ സം. പിന്നെ പഠിച്ചത് ഔട്ടർ ആംഗിൾസ്, അതായത് ഒരു പോളിഗൺ, ആ പോളിഗണിന്റെ പുറം കോണുകൾ. അത് ഒരു ഇന്നർ കോൺ ഉണ്ടെങ്കിൽ, ഒരു അകക്കോൺ ഉണ്ടെങ്കിൽ, ഒരു പുറം കോൺ ഉണ്ടാവും. ഒരു ഇന്നർ ആംഗിൾ ഉണ്ടെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടാവും കോൺസെപ്റ്റ്. അപ്പൊ അത് രണ്ടും പാടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ പുറം കോണുകളുടെ മൊത്തം തുക 360 ഡിഗ്രിയാണ്. അത് എപ്പോഴും അൺചേഞ്ചബിൾ ആണ്, മാറില്ല. ഏത് പോളിഗൺ എടുത്താലും ആ പോളിഗണിന്റെ ഒക്കെ പുറം കോണുകളുടെ തുക, അതിപ്പോ 100 വശങ്ങളുള്ള ഒരു പോളിഗണാണ്, ഒരു ബഹുഭുജാണ്. ആ ബഹുഭുജത്തിന്റെ മൊത്തം കോണുകൾ കൂട്ടിയാൽ 360. 3 വശങ്ങളുള്ളതിന് 360, 10 വശമുള്ളതിന് 360. ഉള്ളിലെ കോൺ അങ്ങനെയല്ല. കോണിന്റെ എണ്ണം കൂടുന്തോറും 150 വെച്ചിട്ട് കൂടുതലായിട്ട് വരും. എണ്ണം കുറയും തോറും 150 വെച്ച് കുറയും. ഇതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലേ? ഇനി നമ്മൾ പുതിയത് പഠിക്കാൻ പോകും. ഇതായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു ചെറിയൊരു ഫിഗറിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരാം. ഇപ്പൊ ഇത് ഒരു ത്രികോണാണ്. ആ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ പറയുക? ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണ്. 3 വശങ്ങളും തുല്യമായ ത്രികോണത്തിന് നമ്മളെ പേര് പറയുന്നതാണത് സമഭുജ ത്രികോണം. എന്താ പറയാ? സമഭുജ ത്രികോണം. മനസ്സിലായോ? അപ്പോ ഈ സമഭുജ ത്രികോണത്തിന് വേറെ പ്രത്യേകത കൂടിയില്ല. എന്താണ്? 3 വശങ്ങളും തുല്യാണ്, അതേപോലെ തന്നെ അതിന്റെ 3 കോണുകളും തുല്യാണ്. 3 വശങ്ങളും തുല്യാണ്, അതേപോലെ തന്നെ അതിന്റെ 3 കോണുകളും തുല്യാണ്. അത് എന്നാ ഒരു പോളിഗൺ ആണ്. അതിന് പോളിഗൺ എന്ന് പറഞ്ഞൂടെ? ഒരു ബഹുഭുജം എന്ന് പറഞ്ഞൂടെ? 3 വശങ്ങളില്ല, അപ്പൊ ഒരു ബഹുഭുജാണ്. ഈ ബഹുഭുജത്തിന് 3 കോണുകളും തുല്യമാണ്, 3 വശങ്ങളും തുല്യമാണ്. അതേപോലെ തന്നെയാണ് ഈ സാധനം. ഇതെന്താണ്? ഒരു സമചതുരാണ്, അതായത് ഒരു സ്ക്വയറാണ്. സമചതുരം സ്ക്വയർ. ഈ സമചതുര സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? വശങ്ങളൊക്കെ തുല്യാണ്, കോണുകളും തുല്യാണ്. അതായത് ചതുരത്തിന്റെയും സമചതുരത്തിന്റെയും റെക്റ്റാങ്കിളിന്റെയും അതേപോലെ തന്നെ സ്ക്വയറിന്റെയും ആംഗിൾസ് എത്രയായിരിക്കും? 90 ഡിഗ്രി. അതായത് അതിന് എഡ്ജസ് ഉണ്ടാവും, മൂലകൾ ഉണ്ടാവും അല്ലെ? 4 മൂലകൾ ഉണ്ടെങ്കിൽ 4 മൂലകളിലെയും കോണുകൾ 90 ഡിഗ്രി. ഇവിടെ 4 മൂലന്റെ കോണുകൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് രണ്ടും, ഈ രണ്ടെണ്ണം ഒരു വിഭാഗത്തിൽപ്പെട്ടാണ്. അതായത് വശങ്ങളും തുല്യാണ്, കോണുകളും തുല്യാണ്. വശങ്ങളും തുല്യാണ്, കോണുകളും തുല്യാണ്. ഇനി ഈ രണ്ടെണ്ണത്തിന്റെ പ്രത്യേകത നോക്കണം. ഇതൊരു ചതുരാണ്. എന്താണ്? ഒരു ചതുരാണ്, ഒരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത, ഇതിന്റെ കോണുകളൊക്കെ തുല്യായിരിക്കും. കാരണം എല്ലാ റെക്റ്റാങ്കിളിന്റെയും കോണുകൾ എത്രയേക്കാരം? 90 ഡിഗ്രി. കോണുകൾ എത്രയേക്കാരം? 90 ഡിഗ്രി. എന്നാൽ വശങ്ങൾ തുല്യാകണമെന്നില്ല, എതിർവശം മാത്രമേ തുല്യാകുള്ളൂ. മനസ്സിലായോ? ഇതും തുല്യാണ്, ഇതും തുല്യാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഉള്ളൂ ഈക്വൽ ആകുക. ആൾ സൈഡ്സ് നോട്ട് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് എ റെക്ടാങ്കിൾ. അതാണ് ഒരു റെക്ടാങ്കിൾ.
എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. എല്ലാ വശങ്ങളും തുല്യമാകണമെന്ന് ആവില്ല. തുല്യമാകുകയാണെങ്കിൽ അതിന് വേറെ പേരുണ്ട്, എന്താണ്? സ്ക്വയർ. അപ്പൊ സ്ക്വയറും റെക്ടാങ്കിളും ഇല്ല വ്യത്യാസം എന്തുള്ളൂ? ഇതിന് എല്ലാ വശങ്ങളും തുല്യാണ്, ഇതിന് എതിർവശം മാത്രമേ തുല്യമാവുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് സ്ക്വയറും ചതുരവും സമചതുരന്റെ വ്യത്യാസം. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, ഇതിന് എതിർവശം മാത്രമേ തുല്യമാവുള്ളൂ. ഇത് സ്ക്വയർ ആണ്, ആൾ സൈഡ്സ് ആർ ഈക്വൽ, ആൾ ആംഗിൾസ് ആർ ഈക്വൽ. ബട്ട് ഹിയർ ഇറ്റ് ഈസ് എ റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ആൾ ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇതും വേറൊരു വിഭാഗമാണ്. ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ വശങ്ങളും തുല്യമാണ്. അതിനാണ് എന്ത് പറയാ? സമഭുജ സാമാന്തരികം. സമഭുജ സാമാന്തരികം. മനസ്സിലായോ? അതായത് ഇതൊരു എന്താണ്? ഒരു പാരലലോഗ്രാമാണ്. എന്താണ്? പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പോ ഈ പാരലലോഗ്രാമിന്റെ ഈ സമഭുജ സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്, പക്ഷെ കോണുകൾ ഈക്വൽ അല്ല. കോണുകള് ഈക്വൽ അല്ല. കാരണം എന്താണ്? നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ഈ കോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, അതായത് ഒരു ബൃഹത് കോണാണ്. എന്നാൽ ഇതൊക്കെ അക്യൂട്ട് ആംഗിൾ ആണ്. ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ഇത് രണ്ടും തുല്യമായിട്ട് തോന്നുന്നുണ്ട്, ഇത് രണ്ടും തുല്യമാണ്. അപ്പോ വശങ്ങൾ ഈക്വൽ ആണ്, പക്ഷെ കോണുകൾ തുല്യമല്ല. ഇവിടെ വശങ്ങൾ ഈക്വൽ അല്ല, കോണുകൾ തുല്യമാണ്. അപ്പൊ ഈ രണ്ടാളും വേറെ വിഭാഗത്തിൽപ്പെട്ടാണ്. അതായത് ഒന്ന് വശങ്ങൾ തുല്യാണ്, കോണുകൾ തുല്യല്ല. ഒന്ന് കോണുകൾ തുല്യാണ്, വശങ്ങൾ തുല്യല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ബഹുഭുജങ്ങളുണ്ട്. ഒരു ബഹുഭുജത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഈ ബഹുഭുജത്തിന്റെ കോണുകൾ തുല്യമായാൽ വശങ്ങൾ തുല്യാകണം എന്നൊരു നിർബന്ധമല്ല. കോണുകൾ തുല്യായാല് വശങ്ങള് നിർബന്ധ കമ്പൽസറി ആണ് എന്നില്ല. ഇറ്റ് ഈസ് നോട്ട് മസ്റ്റ്. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് ഈക്വൽ ആകണമെന്നില്ല, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആകണമെന്നില്ല. അപ്പൊ സാധാരണ ഇതിന് മാത്രമുള്ള പ്രത്യേകത ഇത് ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ട്രയാങ്കിളിന് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ. ആ ഒരേ ഒരു പോളിഗൺ മാത്രമുള്ളൂ വ്യത്യസ്തം. ഒരു പോളിഗണ് മാത്രമുള്ളൂ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ഒന്ന്. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും, സൈഡ്സ് ഈക്വൽ. ബാക്കി ഇതിനൊന്നും കമ്പൽസറി ആയിട്ട് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോണ എന്താണ്? പോളിഗൺസ്. പക്ഷെ ആ പോളിഗൺസിന്റെ ഒക്കെ എല്ലാ പോളിഗൺസിന്റെയും ആംഗിൾസും സൈഡ്സും ഈക്വൽ ആയിരിക്കും. ആ പോളിഗൺസിന്റെ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആയിരിക്കും, സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സച്ച് ടൈപ്പ് ഓഫ് പോളിഗൺ, അത് അങ്ങനത്തെ പോളിഗൺസിനാണ് നമ്മൾ എന്ത് പറയാ? റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ. അപ്പൊ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ സൈഡ്സും ഈക്വൽ ആയിരിക്കും, ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സൈഡ്സും ഈക്വൽ ആയിരിക്കും, ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഒരേ അളവായിരിക്കും, എല്ലാ ആംഗിളും ഒരേ അളവായിരിക്കും. ഇന്നർ ആംഗിൾ ആണ്, അതേപോലെ തന്നെ ആയിരിക്കും ഔട്ടർ ആംഗിളും. ഇന്നർ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഔട്ടർ ആംഗിൾ ഈക്വൽ ആയിട്ടാണ്, വേറെ കാര്യം അല്ല. അങ്ങനെ തന്നെയാണ്. അപ്പോ അങ്ങനത്തെ പോളിഗണിനാണ് എന്ത് പറയാ? റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജം. സമബഹുഭുജം. മനസ്സിലായോ? സമബഹുഭുജം. ഈ സമബഹുഭുജത്തിന് നമുക്ക് ഇപ്പോ അഷ്ടഭുജാണെങ്കിൽ അഷ്ടഭുജം എന്ന് പറയും. പിന്നെ അങ്ങനെ പേരുകളിന്റെ കൂടെയൊക്കെ സമം ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ എന്താണ്? റെഗുലർ എക്സഗൺ എന്ന് പറഞ്ഞാല് ആ എക്സഗണിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കേട്ടോ? അപ്പൊ ഇതാണ് റെഗുലർ പോളിഗൺ. അതാണ് സമബഹുഭുജം. സമബഹുഭുജത്തിന്
സൈഡ് മാത്രമല്ല ഈക്വല്, അതിന്റെ ആംഗിൾസും ഈക്വൽ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഇനി ഇതാണ് അതിന്റെ ബേസ് കേട്ടോ. അപ്പോ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നു, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് അയക്ക് വന്നു എന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇനി നോക്കുക, ഇവിടെ നോക്കട്ടോ, ഒരു ക്വസ്റ്റ്യന് വശങ്ങൾ തുല്യവും കോണുകൾ വ്യത്യസ്തവുമായ ഒരു ഷഡ്ഭുജം വരയ്ക്കുക. അതായത് നിങ്ങളെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ മലയാളം മീഡിയം അതായത് പേജ് നമ്പർ 58 ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് ആൻഡ് അൺഈക്വൽ ആംഗിൾസ്. അതായത് ഒരു ഷഡ്ഭുജം വരയ്ക്കുക, അതിന്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, ബട്ട് ആംഗിൾസ് ഈക്വൽ ആകണ്ട. മനസ്സിലാവും? മറ്റേത് സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആകണ്ട. അപ്പൊ അങ്ങനെ വരക്കാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു അളവില് ഒരു സൈഡ് വരയ്ക്കും. ഒരു 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പൊ 4 സെന്റിമീറ്ററിൽ ഒരു സൈഡ് വരച്ചു സ്കെയിൽ ഉപയോഗിച്ചിട്ട്. അതിന്റെ മുകളിലായിട്ട് കുറച്ച് അകലത്തിൽ കിട്ടും, ഒരു 3-4 സെന്റിമീറ്റർ അകലം, 3 സെന്റിമീറ്റർ ഒക്കെ അകലത്തിൽ വേറൊരു സൈഡും വരച്ചു, അതും 4 സെന്റിമീറ്റർ. ഞാൻ വരക്കണ മാറ്റില്ല, നിങ്ങൾ സ്കെയിൽ കൊണ്ട് വരക്കണ്ട കേട്ടോ. ഞാൻ വരക്കുമ്പോ ഒന്ന് ചെറുതായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോ 4 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ അറിയോ, കോമ്പസ് എടുക്കുക, എന്നിട്ട് സ്കെയിൽ കൊടുക്കുക, എന്നിട്ട് ആ സ്കെയിലില് കോമ്പസ് വെച്ചിട്ട് 4 സെന്റിമീറ്റർ എടുത്തിട്ട് അതിന്റെ ഇവിടെ കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ചാപം വരയ്ക്കുക, ഒരാൾക്ക്. അതേപോലെ തന്നെ ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ഒരേ അളവാണ്, 4 സെന്റിമീറ്റർ മാറ്റരുത്. അതേ അളവില് ഇവിടെയും വെക്കുക, എന്നിട്ട് ഇവിടെ വരയ്ക്കുക, ഇവിടെയും വെക്കുക, ഓക്കെ. അപ്പോ ഒരൊറ്റ പ്രാവശ്യം കോമ്പസിൽ അളവെടുത്താൽ മതി, 4 സെന്റിമീറ്റർ. ആ 4 സെന്റിമീറ്റർ തന്നെയാണ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇവിടുന്ന് ഇങ്ങോട്ടില്ലേ ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടില്ലോ 4 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടില്ലോ 4 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടില്ലോ 4 ആയിരിക്കും. അപ്പൊ ഇതും 4, ഇതും 4, ഇതും 4. അപ്പൊ എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും എത്രയാണ്, 4 സെന്റിമീറ്റർ ആണ്. എല്ലാ സൈഡ്സും 4 സെന്റിമീറ്റർ ആണ്. ബട്ട് ആംഗിൾസ് ആർ ഡിഫറെന്റ്. കാരണം ഈ ആംഗിൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിട്ട് തോന്നുന്നുണ്ട്, ഇത് അക്യൂട്ട് ആണ് അല്ലെ. അപ്പൊ ആംഗിൾസ് ഈക്വൽ അല്ല, സൈഡ്സ് ഈക്വൽ ആണ്. ആംഗിൾസ് ഈക്വൽ അല്ല, സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ അങ്ങനത്തെ പോളിഗൺ ഉണ്ട്. സൈഡ്സ് ഈക്വൽ ആയാലും ആംഗിൾ ഈക്വൽ ആകണം എന്നില്ല എന്ന് തെളിയിക്കുകയാണ്, അത് പ്രൂവ് ചെയ്യാണ്. അതിനാണ് ഇപ്പൊ ഈ ഫിഗർ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? സൈഡ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആകണം എന്നില്ല എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്, അത് നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ ആ ഫിഗർ നിങ്ങൾ വരയ്ക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊന്ന് ചോദിച്ചു, എന്താ അറിയോ, വേറൊരു ഹെക്സഗൺ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഹെക്സഗന്റെ പ്രത്യേകത എന്താ വെച്ചാല്, അതിന്റെ കോണുകളൊക്കെ ഈക്വൽ ആണ്, എന്നാൽ വശങ്ങൾ ഈക്വൽ അല്ല. കോണുകളൊക്കെ ഈക്വൽ ആണ്, വശങ്ങള് ഈക്വൽ അല്ല. അപ്പൊ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു വശം വരയ്ക്കും. ഓക്കെ, ഇഷ്ടം പോലെ അളവില് 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ കുഴപ്പമില്ല കേട്ടോ, അളവ് നിർബന്ധമല്ല, ഇഷ്ടമല്ല അളവില് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യാറ്, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് എത്ര സെന്റിമീറ്റർ, എത്രയാണ്, ഹെക്സഗൺ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ഹെക്സഗൺ. അപ്പോ ഹെക്സഗൺ ആണെങ്കിൽ ഈക്വൽ ആംഗിൾസ് ആണ്. അപ്പോ ഒരു ആംഗിൾ എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം.
ശരിക്കും നോക്കട്ടോ, ഒരു ആംഗിൾ എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡാ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 വശങ്ങളാണ്. 6 വശങ്ങളാണ്. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ഹെക്സഗൺ, അതായത് ഒരു എന്താണ് അഷ്ടഭുജത്തിന്റെ അല്ല ഷഡ്ഭുജാണ് അല്ലെ സോറി ഒരു ഷഡ്ഭുജത്തിന്റെ കോണുകളുടെ തുക, ഒരു ഷഡ്ഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 6 - 2 × 150. 6 - 2 × 100, n - 2 × 180 അല്ലേ? അപ്പോ അതാണ് ഷഡ്ഭുജത്തിന്റെ കോണുകളുടെ തുക. അപ്പൊ എത്രയേക്കാരം? 720 കിട്ടും. 720 കിട്ടും. അതാണ് മൊത്തം കോണുകളുടെ തുക. എന്നിട്ട് നമ്മൾ ഒരു കോണിന്റെ അളവ് കാണണം. എല്ലാ കോണും തുല്യാണെന്നല്ല പറയണത്, എല്ലാ കോണും തുല്യാകണം എന്നാ പറഞ്ഞിരിക്കണത് അല്ലെ? കോണുകളെല്ലാം തുല്യം എന്നാ പറഞ്ഞിരിക്കണത്. അപ്പൊ കോണുകളൊക്കെ തുല്യാണെന്നുണ്ടെങ്കിൽ 720നെ നമ്മൾ എന്ത് ചെയ്തു? 6 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 120. എത്ര കിട്ടി? 120. അങ്ങനെയാണ് നമ്മൾ 120 കിട്ടിയത്. 120 ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കോണുകളുടെ തുക കാണാൻ 6 കഴിക്കണ 2 × 150 = 720. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു കോണിന്റെ അളവ് 720/6 = 120. എന്നിട്ട് വേണം വരക്കാൻ തുടങ്ങണം. അപ്പൊ ഈ ആദ്യം ഇത് ചെയ്യണം, എന്നിട്ട് വേണം വരക്കാൻ തുടങ്ങണം. മനസ്സിലായോ? അപ്പൊ ആദ്യം ക്രിയ ചെയ്യുക, ഒരു കോണുകളുടെ തുക കാണുക, എന്നിട്ട് പിന്നെ 720 കിട്ടും. എന്നിട്ട് ഒരു കോണിന്റെ അളവ് 120 ആണ്. എന്നിട്ട് അപ്പൊ 120 നമുക്ക് കിട്ടി അല്ലെ? ഇനി എന്താ ചെയ്യാൻ പോണ അറിയാം? ഈ കോണ് വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഒരു വശം വരച്ചു. ഇഷ്ടമുള്ള അളവിൽ കേട്ടോ. അതേപോലെ ഈ സൈഡിലും വെച്ചു. 120 ഇങ്ങനെ ഒന്നും വരച്ചു. മനസ്സിലായോ? പിന്നെ എന്ത് ചെയ്തു? 120 വേറൊന്നും വരച്ചു. ഓക്കെ, 120 വേറൊന്നും വരച്ചു. പിന്നെ ഇത് ഇവിടെ 120 വേറൊന്നും വരച്ചു. അങ്ങനെ ഓരോ പോയിന്റിന്നും എൻഡെന്നും അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങനെ കൊടുത്താൽ മതി. ഇവിടെ 120 വരക്കുക, പിന്നെ ഇവിടെ 120 വരക്കുക, ഇവിടെ 120 വരക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രൊട്രാക്ടർ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല്, പ്രൊട്രാക്ടറിൽ 120 എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്ത് 120 ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇവിടെ ഇതാണ് ഇപ്പൊ ബിന്ദു. ഇവിടെ വെച്ച പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക അല്ലെ? പകുതി പുറത്തല്ലേ കാരണം. അപ്പൊ 120 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്നാണ് എണ്ണേണ്ടത്. അതൊക്കെ ഞാൻ കോണ് വരക്കണത് പറഞ്ഞത് ഞാൻ എടുത്ത ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോ ഇവിടെ വെച്ചിട്ട് വേണം കോണ് 120 ഇങ്ങോട്ട് ഇവിടെ ആയിരിക്കും കോൺ ഇങ്ങനെ വരിക. മനസ്സിലായോ? അപ്പോ അത് വെക്കുമ്പോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എവിടെയാണ് 120 പറഞ്ഞാൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് ബൃഹത് കോണാണ്. അതിങ്ങനെ വിടർന്ന നിൽക്കുക. അപ്പോ ഇവിടെ വരികയാണെങ്കിൽ അത് ന്യൂന കോണേക്കാണ്, അത് അക്യൂട്ട് ആംഗിൾ ആയിക്കാണ്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ഈ ഫിഗർ വരക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആദ്യം ഒരു വശം വരക്കുക, എന്നിട്ട് അവിടെ ഒരു കോണ് വരക്കുക, ഇഷ്ടമല്ല അളവിൽ നിർത്തി വരക്കുക, എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ എൻഡിൽ വെച്ചിട്ട് വേറൊരു കോണ് വരക്കുക, ആ എൻഡിൽ വെച്ചിട്ട് വേറൊരു കോണ് വരക്കുക. അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അളവ് കോണ് വശങ്ങള് ഒരേ അളവാണെന്നില്ല, ആകരുതേ. ഇഷ്ടമല്ല അളവിൽ ഇങ്ങനെ വരച്ചു കുറേശ്ശെ നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരയ്ക്കും. പക്ഷെ കോണ് എപ്പോഴും 120 ആണ്. ഉള്ളിലെ കോണ് ഇട്ടോ, അകത്തെ കോണ്. അപ്പൊ അതും നിങ്ങൾക്ക് വരക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക? 15 സൈഡഡ് പോളിഗൺ. 15 സൈഡ് എന്ത് പോളിഗൺ ആണ്? റെഗുലർ പോളിഗൺ. അതായത് തുല്യ വശങ്ങളുള്ള ഒരു ബഹുഭുജം, സമബഹുഭുജം. 15 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഒരു കോണിന്റെ അളവ് എത്ര ഡിഗ്രിയാണ്? അതിന്റെ പുറം കോണിന്റെ അളവ് എത്ര ഡിഗ്രിയാണ്? ഇന്നർ ആംഗിൾസിന്റെയും ഔട്ടർ ആംഗിൾസിന്റെയും അളവ് എത്രയാണ്? മെഷർമെന്റ് കണ്ടുപിടിക്കുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 15 സൈഡാണ്. 15 സൈഡ് റെഗുലർ പോളിഗൺ ആണ്. പ്രത്യേകം പറഞ്ഞു, റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ വശങ്ങളൊക്കെ തുല്യമായിരിക്കും, ആംഗിളൊക്കെ തുല്യമായിരിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാല്, ഫസ്റ്റില് അതിന്റെ കോണുകളുടെ തുക കാണും. കോണുകളുടെ തുക
ചുരുക്കാണ്. കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 15 സൈഡ് ആണ്. സൈഡ്സ് എത്രയാണ്? 15 ആണ്. സൈഡ്സ് 15 ആണ് അല്ലെ? അപ്പോ സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു, അതായത് കോണുകളുടെ തുക ഈക്വൽ ടു 15 മൈനസ് 2 ഇൻറ്റു 180. 15 മൈനസ് 2 ഇൻറ്റു 180 അങ്ങനെയല്ലേ? 15 വശങ്ങളുടെ ബഹുഭുജത്തിന്റെ ഓരോ കോണുക. ഇങ്ങനെ ഒരു രണ്ട് മെത്തേഡ് കൂടെ ചെയ്യട്ടോ. ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞു പറയണം. അപ്പൊ 13 ഇൻറ്റു 150, 13 ഇൻറ്റു 150 അതെത്രയാ? 18 ഇൻറ്റു 3, 4, 2140 അല്ലെ? 2140. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ആംഗിള് കാണാന് 15 കൊണ്ട് ഹരിച്ചു. 15 കൊണ്ട് ഹരിച്ചു കേട്ടോ. അപ്പൊ എങ്ങനെ 15 കൊണ്ട് ഹരിച്ചാല് 21 15 ഒരു പ്രാവശ്യം, ബാക്കി 1, ബാക്കി 6, 64 4 പ്രാവശ്യം, ബാക്കി 4 അല്ലല്ലോ, ഓരോ തെറ്റിട്ടുണ്ടല്ലോ. 324 ബാക്കി 2, ഇവിടെ 5 കേട്ടോ. ഇവിടെയാണ് പ്രശ്നം. ഇത്രയാണ് 2340 2340 ബൈ 15 കേട്ടോ. അപ്പൊ 23 15 ഒരു പ്രാവശ്യം, ബാക്കി 8, 84 15 ബാക്കി 8 അല്ലേ? 84 15 എത്ര പ്രാവശ്യം പോവാ? 75 5 അല്ലേ? അപ്പൊ 5 ബാക്കി 9 90 156 ഡിഗ്രി. അതാണ് ഒരു ആംഗിൾ. അപ്പൊ ഒരു ഔട്ടർ ആംഗിളും നിങ്ങൾക്ക് കിട്ടും. ഒരു ഔട്ടർ ആംഗിളും നിങ്ങൾക്ക് കിട്ടും. ഒരു ഔട്ടർ ആംഗിൾ അപ്പൊ എത്രയേക്കാരം? 14. എത്രയാണ്? 14 24 24. 150 മൈനസ് 156, 150 മൈനസ് 156 സമം 24 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? മൊത്തം ആംഗിൾസിന്റെ തുക കണ്ടു, 2340 കിട്ടി. എന്നിട്ട് ഒരു ആംഗിളിന്റെ അളവ് കാണാൻ അതിനെ 15 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് ഒരു ഇന്നർ ആംഗിൾ കിട്ടി. പിന്നെ ഔട്ടർ ആംഗിൾ കാണാൻ എന്ത് ചെയ്തു? 150 ഈ ഇന്നർ ആംഗിൾ മൈനസ് ചെയ്തു. അതാണ് ഒരു മെത്തേഡ്. ഇതിലേറെ എളുപ്പമുള്ളൊരു മെത്തേഡ് വേറെ ഉണ്ട്. അതായത് ഔട്ടർ ആംഗിൾ നമുക്ക് അറിയാം, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് 360. ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണെന്നുള്ളത് അൺചേഞ്ചബിൾ ആണ്, അതൊരിക്കലും മാറൂല. അപ്പൊ 360 ആണെങ്കിൽ ആ 360നെ നമ്മൾ എന്ത് ചെയ്തു? 15 കൊണ്ട് ഹരിച്ചു. അപ്പൊ എത്ര കിട്ടി? 2 60 24 ഡിഗ്രി ആണ് ഔട്ടർ ആംഗിൾ. അതന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത് അല്ലെ? ഇനി നമുക്ക് ഇന്നർ ആംഗിൾ കാണാൻ എന്ത് ചെയ്തു? അകക്കോണ് കാണാന് 150നെ 24 കൊണ്ട് കിഴിച്ചു. അപ്പൊ 150. അപ്പൊ ഇതല്ലേ എളുപ്പം. ഇതാണെങ്കിൽ നമ്മൾ വേറെ കാൽക്കുലേഷൻ കുറച്ച് അധികമല്ലേ അല്ലെ? കണക്ക് കുറച്ച് കൂട്ടാൻ കഴിക്കാനൊക്കെ അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. എന്ത് ചെയ്യാ? പുറംകോണുകളുടെ തുക സമം 360. അത് നമുക്ക് കണ്ടുപിടിക്കണ്ട, അത് അറിയണൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പുറംകോണിന്റെ അളവ് സമം ഒരു പുറംകോണിന്റെ എന്താണ് മെഷർമെന്റ് ഓഫ് വൺ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ബൈ നമ്പർ ഓഫ് സൈഡ്സ്. 360 by number of sides, that is equal to 360 by 15, that is equal to 24 degree. ഇവിടെ 180. then അങ്ങനെ എഴുതി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാ? then
one outer angle is equal to 180 minus 24, that is equal to 156. അപ്പോൾ ഒരു അകക്കോണിന്റെ അളവ് സമം 360/15, അതായത് വശങ്ങളുടെ എണ്ണം സമം 24 ഡിഗ്രി. അതുകൊണ്ട് ഒരു പുറംകോണിന്റെ അളവ് അകക്കോണിന്റെ അളവ് സമം 150 മൈനസ് 24 സമം 186. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. ഇനി അടുത്ത് നോക്കട്ടോ, പുറംകോണുകളെല്ലാം 6 ഡിഗ്രിയായ ഒരു സമ ബഹുഭുജം വരക്കാമോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ സമ ബഹുഭുജം വരക്കാൻ പറഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, അളവ് കോണിന്റെ അളവ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്നർ ആണോ ഔട്ടർ ആണോ നോക്കുക. ആദ്യം ഇന്നർ ആണോ ഔട്ടർ ആണോ അളവ് തന്നിക്കണേ നോക്കുക. ഇവിടെ തന്നിക്കണേ എന്താണ്, പുറംകോണുകളെല്ലാം 6 ഡിഗ്രി എന്നാണ്. അപ്പൊ ഔട്ടർ ആംഗിൾ ആണ് തന്നിട്ടുള്ളത് അല്ലെ. എന്താ ചോദ്യം, can we draw a regular polygon with each outer angle is 6 degree? 6 degree outer angle ഇല്ല എന്ത് വരക്കാൻ പറ്റുമെന്നാ ചോദിച്ചിട്ടുണ്ടേ. പോളിഗൺ വരക്കാൻ പറ്റുമോ? ഏത് പോളിഗൺ? റെഗുലർ പോളിഗൺ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, മൊത്തം ആംഗിൾസിന്റെ തുക, സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ്. ഈ 360 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായത് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6 വിത്തൗട്ട് എനി ഫ്രാക്ഷൻ ഓർ ഡെസിമൽ. അതായത് ഒരു ദശാംശോ അല്ലെങ്കിൽ ഭിന്നസംഖ്യയോ വരാതെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ നോക്കുക. അങ്ങനെ ഹരിക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനെ വരക്കാനും പറ്റില്ല. ആ 360 6 കൊണ്ട് ഹരിക്കാം അല്ലെ. 360 എന്ന് പറയുന്നത് 36 6ന്റെ ഗുണിതല്ലേ അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് 36. അപ്പൊ നമുക്ക് ക്യാൻ ബി ഡിവൈഡ്. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി ഡ്രോ അല്ലെ. അത് വരക്കാം. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് 6 they are given 7 ആണെങ്കിലോ എന്ന് ചോദിക്കും. ഇഫ് ഇറ്റ് ഈസ് 7, അപ്പൊ 7 ആണെങ്കിൽ വി കനോട്ട്, because 36 is not a multiple of 7. Then we cannot divide 7. Cannot divided by 7. That is 360 cannot be divided by 7 without decimal. But decimal ഇല്ലാതെ ഒരിക്കലും നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. because 7 is not a multiple of 360 is not a multiple of 7. അതായത് 360 7ന്റെ മൾട്ടിപ്പിൾ അല്ല, അതായത് അതിന്റെ ഗുണിതമല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 7 ആണെങ്കിൽ വരക്കാൻ പറ്റൂല, 6 ആണെങ്കിൽ വരക്കാം കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് ഇതിലില്ലേ. ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോ കേട്ടോ. അപ്പൊ നിങ്ങള് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുക. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട, ഇങ്ങനെയും വരക്ക എന്ന്. ചിലപ്പോൾ നിങ്ങൾ വേറെ വല്ല ഗൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷെ ഈസി മെത്തേഡ് ഇതാണ്. കാരണം ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവ് 360, നമ്മുടെ കയ്യിലുണ്ട് 360. സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് 360 ആണ്, അൺചേഞ്ചബിൾ ആണ് എന്നതിന്റെ ഒരു ഫിഗർ നമ്മളെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതാണ് മെത്തേഡ് ഈസി കേട്ടോ. അപ്പൊ ഈ കണക്കുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്തൂടെ?